ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടങ്ങൾക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. ഇനി സബ്ജക്ട് കമ്മിറ്റിക്ക് പോകും. പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം യാഥാർത്ഥ്യമായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൃഷിക്കും ഭവന നിർമ്മാണത്തിനും പതിച്ചു നൽകിയ ഭൂമി മറ്റ് ജീവനോപാധികൾക്കും അനുവദിക്കും. GST പരിഷ്കരണത്തിൽ ആശങ്കകൾ പങ്കുവച്ച് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി. വരുമാന നഷ്ടം നേരിടുന്ന സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ കേന്ദ്രം പരിഹരിക്കണമെന്ന കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വയനാട്ടിലെ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ഓഗസ്റ്റ് 31-ന്. 33 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കും. 8.73 കിലോമീറ്ററാണ് ദൂരം. ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയമായി കാണേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് പരിപാടി നിശ്ചയിച്ചത്. ശബരിമല രാജ്യത്തിന് തന്നെ മാതൃകയായ ആരാധനാ സ്ഥാനമാണ്. ഇക്കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ വിരട്ടലുമായി വരണ്ട, അതുകൊണ്ട് പരിപാടി നടക്കാതിരിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം ഗൌരവമേറിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത്തരം ഒരാൾ ആ സ്ഥാനത്തിരിക്കരുതെന്നാണ് പൊതു അഭിപ്രായം. ഗർഭസ്ഥ ശിശുവിനെ ഇല്ലാതാക്കാനും ഗർഭം ധരിച്ച യുവതിയെ കൊല്ലുമെന്ന് പറയുന്ന അവസ്ഥ എത്രമാത്രം ക്രിമിനൽ രീതിയെന്ന് മനസ്സിലാക്കണം. സമൂഹത്തിൽ പൊതുപ്രവർത്തകർക്കുണ്ടായിരുന്ന അംഗീകാരത്തിന് അപവാദം വരുത്തിവെക്കുന്ന കാര്യങ്ങളാണ് സംഭവിച്ചത്. സാധാരണ നിലയ്ക്ക് ശക്തമായ നടപടിയെടുത്തു പോകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും കുരുക്ക്. ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. ശനിയാഴ്ച ഹാജരാകാൻ നോട്ടീസ്. നടപടി പ്രതികളുടെ ശബ്ദ സന്ദേശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരുള്ള പശ്ചാത്തലത്തിൽ. തനിക്കെതിരായ പീഡന പരാതി വ്യാജമെന്ന BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ. കോടതി പോലും തള്ളിയ പരാതിക്ക് പിന്നിൽ സ്വത്ത് തർക്കം. 2014-ൽ യുവതി നൽകിയ ഗാർഹിക പീഡന പരാതിയിൽ പോലീസ് പോലും കേസെടുത്തിരുന്നില്ല. ഇപ്പോൾ പരാതി പൊക്കിക്കൊണ്ടുവരുന്നത് സന്ദീപ് വാര്യറാണെന്നും കൃഷ്ണകുമാർ. C. കൃഷ്ണകുമാറിനെതിരെ പരാതി ഉയർന്നുവന്നത് കേരളത്തെ ഞെട്ടിക്കുന്ന ബോംബ് പൊട്ടുമെന്ന VD സതീശന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ രാജീവ് ചന്ദ്രശേഖറിന് പരാതി നൽകിയത് പാലക്കാട്ടെ യുവതി. RSS നേതൃത്വത്തെയും BJP നേതാക്കളെയും അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്നും ആക്ഷേപം. തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. 1-ാം പ്രതിയുടെ വധശിക്ഷയും ഹൈക്കോടതി റദ്ദാക്കി. CBIക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് വിധിയിൽ നിരീക്ഷണം. മോഷണക്കേസിൽ പിടികൂടിയ ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്നത് 2005-ൽ. തോട്ടപ്പള്ളിയിലെ വയോധികയുടെ കൊലപാതകത്തിൽ വൻ ട്വിസ്റ്റ്. അന്വേഷണ സംഘത്തെ കുഴക്കി പ്രതികളെന്ന് അവകാശപ്പെട്ട് 3 പേരുടെ മൊഴി. കൊന്നത് താൻ തന്നെയെന്ന് സൈനലബ്ദീൻ. അല്ലെന്നും താനാണ് തലയിണ കൊണ്ട് ശ്വാസം മുട്ടിച്ചതെന്നും സൈനലബ്ദീന്റെ ഭാര്യ അനീഷ. ബലാത്കാരത്തിനിടെ കഴുത്ത് ഞെരിച്ചു കൊന്ന് എന്ന് അബൂബക്കർ പറയുന്നു. അബൂബക്കറിനെതിരെ നിർണായക മൊഴിയും പോലീസിന്. കോഴിക്കോട് സ്വപ്നനഗരിയിൽ 6 വർഷം മുമ്പ് യുവാവിന്റെ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം കണ്ടെത്തി. വിജിലിനെ കുഴിച്ചിട്ട സ്ഥലം കാട്ടിക്കൊടുത്ത മുഖ്യപ്രതി നിഖിൽ ചതുപ്പ് സ്ഥലത്തെ മണ്ണ് നീക്കി പരിശോധിക്കുന്നു. റാപ്പർ വേടന് മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. ഓരോ കേസിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമെന്ന ഉത്തരവിൽ പരാമർശം. ബ്രേക്കപ്പ് ആയതിനു ശേഷം പ്രതികാരം കാട്ടാറുണ്ട്. ജാമ്യം നിഷേധിക്കൽ നീതി നിഷേധമാണെന്നും ഹൈക്കോടതി. AI ക്യാമറ അഴിമതി ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാക്കളുടെ ഹർജി തള്ളി. VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ആരോപണം തെളിയിക്കാനായില്ലെന്ന് ഹൈക്കോടതി. ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണമില്ല. ആരോപണത്തിൽ അന്വേഷണ ആവശ്യം നിലനിൽക്കില്ലെന്നും കോടതി. ഇന്ത്യക്കെതിരെ അമേരിക്ക ചുമത്തിയ 25% പിഴ തീരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ. അധിക തീരുവ 50%-ലേക്ക് ഉയരും. ഇന്ത്യയുടെ താൽപര്യങ്ങൾ ബലികഴിക്കില്ലെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്ന വാദം വീണ്ടും ഉന്നയിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പ്രധാനമന്ത്രി മോദിയെ വിളിച്ചെന്ന അവകാശവാദം. സൈനിക നടപടി നിർത്തിയില്ലെങ്കിൽ വ്യാപാര കരാർ ചർച്ച ഒഴിവാക്കുമെന്ന് പറഞ്ഞു ട്രംപ്. പ്രസ്താവന വൈറ്റ് ഹൌസിലെ ക്യാബിനറ്റ് യോഗത്തിനിടെ. ബീഹാറിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയിൽ അണിചേർന്ന തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ജനാധിപത്യം സംരക്ഷിക്കാനാണ് യാത്രയുടെ ഭാഗമായതെന്ന് സ്റ്റാലിൻ വിശദീകരിച്ചു. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും തമ്മിലുള്ളത് കേവലം രാഷ്ട്രീയ ബന്ധമല്ലെന്നും സഹോദര ബന്ധമാണെന്നും സ്റ്റാലിൻ. ദർഭാംഗയിലും മുസാഫർപൂരിലുമാണ് ഇന്ന് യാത്ര പര്യടനം നടത്തുന്നത്.